നമസ്കാരം. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ കാണിച്ചുകൂട്ടുന്ന രാഷ്ട്രീയ കോമാളിത്തരങ്ങൾ ജനാധിപത്യത്തിന് തന്നെ വലിയൊരു അപമാനമാണ്. പുതിയ ഗവർണറായി ചുമതലയേൽക്കാൻ പോകുന്ന RN രവിയെ BJPയുടെ തത്ത എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന മമതയുടെ നടപടി അവരുടെ നിലവാരമില്ലായ്മയാണ് തുറന്നു കാട്ടുന്നത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും തരംതാണ ഭാഷയിൽ പരിഹസിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്കും ചേർന്നതല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കനത്ത പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരുതരം വെപ്രാളം മാത്രമാണിത്. കൊൽക്കത്തയിലെ തെരുവിൽ കുറെ പേരെ കൂട്ടിയിരുത്തി വോട്ടർ പട്ടികയുടെ പേരും പറഞ്ഞു മമത നടത്തുന്ന ഈ പുതിയ നാടകം വെറും രാഷ്ട്രീയ കോമാളിത്തരമാണ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ മമതയുടെയും കൂട്ടരുടെയും ഏകാധിപത്യം അവസാനിക്കാറായി എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്തരത്തിലുള്ള ഗതികെട്ട പ്രസംഗങ്ങൾ. നിയമം കയ്യിലെടുക്കുന്ന തൃണമൂൽ ഗുണ്ടകൾക്ക് കൂട്ടുനിൽക്കാൻ ഗവർണറെ കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് മമത ഈ രീതിയിൽ തെരുവിലിറങ്ങി നിലവിളിക്കുന്നത്. തമിഴ്നാട്ടിൽ അഴിമതിക്കാർക്കെതിരെയും വിഘടനവാദ ചിന്താഗതിക്കാർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത വ്യക്തിയാണ് ഗവർണർ RN രവി. ഭരണഘടനാനുസൃതമായി കൃത്യമായി പ്രവർത്തിക്കുന്ന ഇത്തരമൊരു വ്യക്തി ബംഗാളിലേക്ക് വരുമ്പോൾ മമതയ്ക്ക് ഭയം തുടങ്ങുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ടാണ് ഗവർണർ എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മമത ആരംഭിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോയി എന്ന് പറഞ്ഞ് ചിലരെ സ്റ്റേജിൽ കയറ്റി നിർത്തി മമത കാണിക്കുന്ന ഈ ഷോ ബംഗാളിലെ പ്രബുദ്ധരായ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. യഥാർത്ഥത്തിൽ തൃണമൂലിന്റെ അഴിമതി ഭരണത്തിലും ഗുണ്ടായിസത്തിലും മടുത്ത ജനങ്ങൾ BJPയിലേക്ക് ഒഴുകുന്നത് തടയാൻ മമതയ്ക്ക് സാധിക്കില്ല. ഡൽഹിയിലെ മോദി സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പ്രസംഗിക്കുന്ന മമത ആദ്യം സ്വന്തം തട്ടകത്തിലെ ചോർച്ചയടയ്ക്കാൻ നോക്കുന്നതാണ് നല്ലത്. ബംഗാളിലെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പറ്റിക്കാൻ 1500 രൂപയുടെ ഭിക്ഷാടനം പോലെ ബംഗ്ലാ യുവ സാത്തി പദ്ധതിയും കൊണ്ട് മമത ഇറങ്ങിയിട്ടുണ്ട്. യുവാക്കൾക്ക് വേണ്ടത് സൗജന്യങ്ങളല്ല, മറിച്ച് മാന്യമായ തൊഴിലവസരങ്ങളാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ പാതയിൽ കുതിക്കുമ്പോൾ ബംഗാൾ മാത്രം അക്രമ രാഷ്ട്രീയത്തിന്റെയും അഴിമതിയുടെയും കേന്ദ്രമായി മാറാൻ കാരണം മമത എന്ന ഈ അഹങ്കാരിയായ ഭരണാധികാരി തന്നെയാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന വികസന മുന്നേറ്റങ്ങൾ കണ്ട് വിറളി പിടിച്ച മമത വികസനത്തിന് പകരം വർഗീയതയും പ്രാദേശികവാദവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഗവർണറെ തത്ത എന്ന് വിളിച്ച മമതയോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ: ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഏകാധിപതികളെക്കാൾ എത്രയോ ഭേദമാണ് സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ. ബംഗാളിലെ മണ്ണിപ്പോൾ മാറ്റത്തിനായി ദാഹിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ അഹങ്കാരത്തിന് അർഹമായ മറുപടി നൽകുമെന്നും താമര വിരിയുന്ന കാലം വിദൂരമല്ലെന്നും ഉറപ്പാണ്. ഈ ഭരണകൂടം ജനങ്ങളെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ജനങ്ങൾ ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു. മമതയുടെ ഓരോ നീക്കവും അവരുടെ തകർച്ചയുടെ വേഗത കൂട്ടുകയുള്ളൂ. ഗവർണറെ അപമാനിക്കുന്നത് വഴി രാജ്യത്തെ തന്നെ അപമാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. കേന്ദ്ര ഏജൻസികളെ പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ട തൃണമൂൽ നേതാക്കൾക്ക് രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയുമില്ല. അഴിമതിയുടെ കറ പുരണ്ട മമതയുടെ ഈ കസേര തെറിക്കാൻ ഇനി അധികം കാത്തു നിൽക്കേണ്ടി വരില്ല. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുന്ന BJPക്ക് മുന്നിൽ മമതയുടെ ഈ വിലാപങ്ങൾ വെറും പാഴ്വാക്കുകൾ മാത്രമായി അവശേഷിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.